Hi friends, welcome to the audio class sessions of Kerala PSC Online Guruji YouTube channel. This is Rohit. And in our today's class, we are going to discuss the INC sessions and its importance, or the important INC sessions. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ INCയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് INCയുടെ സെഷൻസും അതിന്റെ പ്രാധാന്യവും അല്ലെങ്കിൽ പ്രാധാന്യം നിറഞ്ഞ INC സെഷൻസ് ആൻഡ് ഇമ്പോർട്ടൻസ് എന്ന ഭാഗമാണ്. സോ സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് സെഷൻ, 1885 ബോംബെ സെഷൻ. 1885 ബോംബെ സെഷൻ. It was the first session of INC, and the total number of delegates in the first session were 72, and the total resolutions passed in the first session were 9. The first resolution was moved by G.S. Iyer. The only Malayali who participated in the first session was Barrister G.P. Pilla, and it was presided over by W.C. Banerjee, who was the first Christian president of INC. അപ്പോൾ INCയുടെ പ്രധാന സെഷൻസ് എന്ന ഭാഗത്തിൽ നമ്മൾ ആദ്യം നോക്കുന്നത്, ആദ്യത്തേത് 1885 ഒന്നാമത്തെ സെഷൻ, ബോംബെ സെഷൻ. 1885 ബോംബെ സെഷൻ. ബോംബെ സെഷന്റെ പ്രത്യേകതകൾ: ഇത് INCയുടെ ആദ്യത്തെ സെഷനായിരുന്നു, ഫസ്റ്റ് സെഷനായിരുന്നു. ഇതിൽ പങ്കെടുത്ത പ്രതിനിധികൾ അല്ലെങ്കിൽ ഡെലിഗേറ്റ്സിന്റെ എണ്ണം 72 ആയിരുന്നു. ആദ്യത്തെ സെഷനിൽ പങ്കെടുത്ത പ്രതിനിധികൾ അല്ലെങ്കിൽ ഡെലിഗേറ്റ്സ് 72. ആദ്യത്തെ സെഷനിൽ പാസാക്കിയ പ്രമേയങ്ങൾ അല്ലെങ്കിൽ റെസൊല്യൂഷൻസ് 9. ഒന്നാമത്തെ സെഷനിൽ പാസാക്കിയ റെസൊല്യൂഷൻസിന്റെ എണ്ണം അല്ലെങ്കിൽ പ്രമേയങ്ങളുടെ എണ്ണം 9. ഇതിൽ ആദ്യത്തെ റെസൊല്യൂഷൻ അല്ലെങ്കിൽ ആദ്യത്തെ പ്രമേയം അവതരിപ്പിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യർ അല്ലെങ്കിൽ GS അയ്യർ. INCയുടെ ആദ്യ സെഷനിലെ ആദ്യത്തെ റെസൊല്യൂഷൻ അല്ലെങ്കിൽ ആദ്യത്തെ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി GS അയ്യർ. ഇനി INCയുടെ ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരേ ഒരു മലയാളിയാണ് ബാരിസ്റ്റർ G.P. പിള്ള. ബാരിസ്റ്റർ G.P. പിള്ള, അദ്ദേഹമാണ് INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരേ ഒരു മലയാളി. ഇനി INCയുടെ ആദ്യത്തെ സെക്ഷനിൽ പ്രസിഡന്റായിരുന്നത് W.C. ബാനർജിയാണ്. W.C. ബാനർജിയാണ് INCയുടെ ആദ്യത്തെ ക്രിസ്ത്യൻ പ്രസിഡന്റ്. അപ്പോൾ INCയുടെ 1885 ആദ്യത്തെ സെഷനായ ബോംബെ സെഷനിൽ പ്രസിഡന്റ് ആയിരുന്നത് W.C. ബാനർജി. അദ്ദേഹമാണ് INCയുടെ ആദ്യത്തെ ക്രിസ്ത്യൻ പ്രസിഡന്റ്. അപ്പോ 1885 ഒന്നാമത്തെ സെഷൻ, ബോംബെ സെഷൻ. പ്രത്യേകതകള്: ആദ്യത്തെ സെഷനായിരുന്നു, പങ്കെടുത്ത ഡെലിഗേറ്റ്സ് അല്ലെങ്കിൽ പ്രതിനിധികളുടെ എണ്ണം 72, അവതരിപ്പിച്ച പ്രമേയങ്ങൾ അല്ലെങ്കിൽ റെസൊല്യൂഷൻസ് 9. അതിൽ ആദ്യത്തേത് അവതരിപ്പിച്ചത് GS അയ്യർ. പങ്കെടുത്ത ഒരേ ഒരു മലയാളി ബാരിസ്റ്റർ G.P. പിള്ള. ഇനി 1885 ഒന്നാമത്തെ ബോംബെ സെഷനിലെ പ്രസിഡന്റ് ആരായിരുന്നു? W.C. ബാനർജി. അദ്ദേഹം ആരാണ്? INCയുടെ ആദ്യത്തെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള പ്രസിഡന്റാണ് W.C. ബാനർജി. നെക്സ്റ്റ് വൺ ഈസ് 1886 കൽക്കട്ട സെഷൻ. കൽക്കട്ട സെഷൻ. It was the first session in Calcutta, and the important points were the number of delegates present in the second session were 434. 434 delegates were in the Calcutta session 1886. And one of the important point related to 1886 Calcutta session was, it was presided over by Dadabhai Naoroji, who was the first president from the Parsi community.
അപ്പോ അടുത്തത് 1886 കൽക്കട്ട സെഷൻ. 1886 കൽക്കട്ട സെഷൻ. അതുമായി ബന്ധപ്പെട്ട പ്രധാന പോയിന്റുകൾ: രണ്ടാമത്തെ INCയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം 434. രണ്ടാമത്തെ INC സെഷനിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം 434. ഇനി കൽക്കട്ടയിൽ വെച്ച് നടന്ന ആദ്യത്തെ സമ്മേളനം 1886 കൽക്കട്ട സെഷൻ ആയിരുന്നു. കൽക്കട്ടയിൽ നടന്ന INCയുടെ ആദ്യത്തെ സമ്മേളനം രണ്ടാമത്തെ സമ്മേളനം തന്നെയായിരുന്നു. ആദ്യത്തേത് ബോംബെയിൽ വെച്ചായിരുന്നു, അത് ബോംബെയിലെ ആദ്യത്തെ സമ്മേളനം. രണ്ടാമത്തേത് കൽക്കട്ടയിലായിരുന്നു, അത് കൽക്കട്ടയിലെ ആദ്യത്തെ സമ്മേളനം. ഇനി ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം 434. കൽക്കട്ട സെഷന്റെ പ്രസിഡന്റ് ദാദാബായ് നവറോജിയാണ്. പാഴ്സി മതത്തിൽ നിന്നുള്ള INCയുടെ ആദ്യത്തെ പ്രസിഡന്റാണ് ദാദാബായ് നവറോജി. അപ്പൊ 1886 കൽക്കട്ട സെഷൻ. പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം 434. പ്രസിഡന്റ് ദാദാബായ് നവറോജി. അദ്ദേഹം ആരാണ്? പാഴ്സി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ പ്രസിഡന്റ്. നെക്സ്റ്റ് വൺ ഈസ് 1887 മദ്രാസ് സെഷൻ. 1887 മദ്രാസ് സെഷൻ. It was the first session in South India. The total number of delegates in the third session were 607. And it was presided over by Badruddin Tiyabji, who was the first Muslim president of INC. അടുത്തത് 1887 മദ്രാസ് സെഷൻ. 1887 മദ്രാസ് സെഷൻ. മദ്രാസ് സെഷന്റെ പ്രത്യേകതകളായിരുന്നു: ദക്ഷിണേന്ത്യയിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ വെച്ച് നടന്ന ആദ്യത്തെ INC സെഷൻ, ഫസ്റ്റ് സെഷൻ ഇൻ സൗത്ത് ഇന്ത്യ. ഇനി മൂന്നാമത്തെ സെഷനിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം 607. പരീക്ഷയ്ക്ക് INCയുടെ ആദ്യത്തെ സെഷനിലും രണ്ടാമത്തെ സെഷനിലും മൂന്നാമത്തെ സെഷനിലും പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആദ്യത്തെ മൂന്നെണ്ണത്തിൽ മാത്രം ഡെലിഗേറ്റ്സിന്റെ എണ്ണം പറയുന്നത്. അപ്പൊ 1887 മദ്രാസിൽ വെച്ച് സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ INC സെഷൻ. പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണമാണ് 607. ആദ്യത്തെ സമ്മേളനത്തിൽ 72, രണ്ടാമത്തെ സമ്മേളനത്തിൽ 434, മൂന്നാമത്തെ സമ്മേളനത്തിൽ 607. ഇനി മദ്രാസ് സമ്മേളനത്തിന് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത് ബദറുദ്ദീൻ തിയാബ്ജിയാണ്. ബദറുദ്ദീൻ തിയാബ്ജി അദ്ദേഹമാണ് INCയുടെ ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ്. ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ഓഫ് INC ബദറുദ്ദീൻ തിയാബ്ജിയാണ്. അപ്പോ 1887 മദ്രാസിൽ വെച്ച് ആദ്യ INCയുടെ സമ്മേളനം. അതിന്റെ പ്രത്യേകതകള്: സൗത്ത് ഇന്ത്യയിൽ വെച്ച് നടന്ന ആദ്യത്തെ INC സമ്മേളനം. പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം 607. ഇനി മദ്രാസ് സെഷന് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത് ബദറുദ്ദീൻ തിയാബ്ജി. അദ്ദേഹമാണ് INCയുടെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ്. നെക്സ്റ്റ് വൺ ഈസ് 1888 അലഹബാദ് സെഷൻ ഇൻ UP. 1888 Allahabad session in UP. The important was, it was presided over by George Yule, the first foreign president of INC. അടുത്തത് 1888 അലഹബാദ് സെഷനാണ്. ഉത്തർപ്രദേശിലെ അലഹബാദ് സെഷൻ 1888. അലഹബാദ് സെഷന്റെ പ്രാധാന്യം: ഇതിന്റെ പ്രസിഡന്റായിരുന്നത് ജോർജ് യൂളാണ്. ജോർജ് യൂളാണ് INCയുടെ വിദേശിയായ ആദ്യത്തെ പ്രസിഡന്റ്. 1888 അലഹബാദ് സെഷൻ, ഉത്തർപ്രദേശിലെ അലഹബാദ് സെഷൻ പ്രസിഡന്റായിരുന്നത് ജോർജ് യൂൾ. ജോർജ് യൂളിന്റെ പ്രത്യേകത, INCയുടെ പ്രസിഡന്റായ ആദ്യത്തെ വ്യക്തിയാണ്, വിദേശ വ്യക്തിയാണ് ജോർജ് യൂൾ. അലഹബാദ് സെഷന്റെ പ്രത്യേകത എന്താണ്? ഒരു വിദേശി INCയുടെ പ്രസിഡന്റായ ആദ്യത്തെ സെഷനാണ്.
1888 അലഹബാദ് സെഷൻ. പ്രസിഡന്റ് ആയിരുന്നത് ജോർജ് യൂൾ. നെക്സ്റ്റ് വൺ ഈസ് 1889 ബോംബെ സെഷൻ. 1889 Bombay session. The important it was presided over by William Wedderburn, the second foreigner who became the president of Indian National Congress. അടുത്തത് 1889 ബോംബെ സെഷൻ. 1889 ബോംബെ സെഷൻ. ഇതിന്റെ പ്രത്യേകത, ബോംബെ സെഷന് അധ്യക്ഷസ്ഥാനം വഹിച്ചത് വില്യം വെഡർബേൺ ആയിരുന്നു. വില്യം വെഡർബേൺ ആയിരുന്നു 1889 ബോംബെ സെഷന്റെ പ്രസിഡന്റ്. പ്രത്യേകത, ഇദ്ദേഹമാണ് INCയുടെ പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശി, സെക്കൻഡ് ഫോറിനർ. വില്യം വെഡർബേൺ 1889 ബോംബെ സെഷൻ പ്രസിഡന്റായത് വില്യം വെഡർബേൺ ആണ്. അദ്ദേഹമാണ് INC പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശി. നെക്സ്റ്റ് വൺ ഈസ് 1891 നാഗ്പൂർ സെഷൻ ഇൻ മഹാരാഷ്ട്ര. The importance were, this was the first session presided by a South Indian. The word national added to Indian Congress and thus became Indian National Congress. It was presided over by P. Anandacharlu, who was the first Hindu president of INC. അടുത്തത് 1891 നാഗ്പൂർ സെഷനാണ്. മഹാരാഷ്ട്രയിലെ നാഗ്പൂർ സെഷനാണ് 1891. ഇതുമായി ബന്ധപ്പെട്ട പ്രധാന പോയിന്റുകളാണ്: ഒരു ദക്ഷിണേന്ത്യക്കാരൻ അല്ലെങ്കിൽ ഒരു സൗത്ത് ഇന്ത്യക്കാരൻ പ്രസിഡന്റായ ആദ്യത്തെ INC സെഷനാണ് 1891 നാഗ്പൂർ സെഷൻ. മറ്റൊരു പ്രത്യേകത, ഇന്ത്യൻ കോൺഗ്രസ് എന്നതിനോടൊപ്പം നാഷണൽ എന്നുകൂടി കൂട്ടിച്ചേർത്ത് സംഘടനയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നായി മാറിയത് 1891 നാഗ്പൂർ സെഷൻ മുതലാണ്. നാഷണൽ എന്ന വാക്ക് ഇന്ത്യൻ കോൺഗ്രസ് എന്നതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നായി മാറിയത് 1891 നാഗ്പൂർ സെഷൻ മുതലാണ്. ഇനി നാഗ്പൂർ സെഷന് അധ്യക്ഷം വഹിച്ചത് അല്ലെങ്കിൽ പ്രസിഡന്റായിരുന്നത് P. ആനന്ദചാർലു ആണ്. P. ആനന്ദചാർലു. അദ്ദേഹമാണ് INCയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഹിന്ദു പ്രസിഡന്റ്. ഹിന്ദു മതത്തിൽ നിന്നുള്ള INCയുടെ ആദ്യത്തെ പ്രസിഡന്റാണ് P. ആനന്ദചാർലു. അപ്പോ 1891 നാഗ്പൂർ സെഷൻ മഹാരാഷ്ട്രയിൽ വെച്ച്. പ്രത്യേകതകള്: ഒരു ദക്ഷിണേന്ത്യക്കാരൻ ആദ്യമായി പ്രസിഡന്റായ INC സെഷൻ, ഇന്ത്യൻ കോൺഗ്രസ് എന്നതിനോടൊപ്പം നാഷണൽ എന്നുകൂടി കൂട്ടിച്ചേർത്ത് സംഘടനയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നായി. ഇനി നാഗ്പൂർ സെഷനിൽ അധ്യക്ഷം വഹിച്ചത് P. ആനന്ദചാർലു ആണ്. അദ്ദേഹമാണ് INCയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഹിന്ദു പ്രസിഡന്റ്. നെക്സ്റ്റ് വൺ ഈസ് 1894 മദ്രാസ് സെഷൻ. The important it was presided over by Alfred Webb, who was the third foreigner became the INC president. അടുത്തത് 1894 മദ്രാസ് സെഷൻ. മദ്രാസ് സെഷന്റെ പ്രത്യേകത, ഇതിന് അധ്യക്ഷം വഹിച്ചത് ആൽഫ്രഡ് വെബ് ആയിരുന്നു. ആൽഫ്രഡ് വെബ്. അദ്ദേഹമാണ് INCയുടെ പ്രസിഡന്റ് ആകുന്ന മൂന്നാമത്തെ വിദേശിയാണ് ആൽഫ്രഡ് വെബ്. ആദ്യത്തേത് ജോർജ് യൂള്, രണ്ടാമത്തത് വില്യം വെഡർബേൺ, മൂന്നാമത്തത് ആൽഫ്രഡ് വെബ്. ഇപ്പോ 1894 മദ്രാസ് സെഷൻ പ്രത്യേകത, മൂന്നാമതൊരു വിദേശി INC പ്രസിഡന്റായി. വ്യക്തിയുടെ പേര് ആൽഫ്രഡ് വെബ്. ആൽഫ്രഡ് വെബ്. Next one is an important one. 1896 Calcutta session. 1896 Calcutta session.
our national song Vande Mataram was firstly sung in the INC session by Rabindranath Tagore. And Calcutta session was presided over by Rahmatullah Saini. അടുത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനാണ് 1896 കൽക്കട്ട സെഷൻ. 1896 കൽക്കട്ട സെഷൻ. കൽക്കട്ട സെഷന്റെ പ്രത്യേകത വന്ദേമാതരം ആദ്യമായി ഒരു പൊതുപരിപാടിയിൽ പാടിയത് INCയുടെ 1896 കൽക്കട്ട സെഷനിലാണ്. അന്ന് വന്ദേമാതരം ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഇപ്പൊ വന്ദേമാതരം ആദ്യമായി ഒരു പൊതു ചടങ്ങിൽ പാടിയത് അല്ലെങ്കിൽ ആലപിച്ചത് INCയുടെ 1896 കൽക്കട്ട സെഷൻ. ആരാണെന്ന് ആ ഗാനം ആലപിച്ചത്? രവീന്ദ്രനാഥ ടാഗോർ. ഇനി കൽക്കട്ട സെഷനിൽ അധ്യക്ഷം വഹിച്ചിരുന്നതാണ് റഹ്മത്തുള്ള സൈനി. റഹ്മത്തുള്ള സൈനിയാണ് 1896 കൽക്കട്ട സെഷന്റെ പ്രസിഡന്റ്. അപ്പോ 1896 INCയുടെ കൽക്കട്ട സെഷൻ. പ്രത്യേകത വന്ദേമാതരം ആദ്യമായി ആലപിച്ചു രവീന്ദ്രനാഥ ടാഗോർ. ആരായിരുന്നു ഈ സെഷന്റെ പ്രസിഡന്റ്? റഹ്മത്തുള്ള സൈനി. നെക്സ്റ്റ് വൺ ഈസ് 1897 അമരാവതി സെഷൻ ഇൻ മഹാരാഷ്ട്ര. 1897 അമരാവതി സെഷൻ. The important was it was the only INC session presided over by a Malayali who was C. Shankaran Nayar. അടുത്തത് 1897 അമരാവതി സെഷൻ. മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ വെച്ച് നടന്ന 1897 അമരാവതി സെഷൻ. അമരാവതി സെഷന്റെ പ്രത്യേകത ഒരു മലയാളി INCയുടെ പ്രസിഡന്റായ ഒരേ ഒരു സെഷനാണ് 1897 അമരാവതി സെഷൻ. അദ്ദേഹമാണ് സി ശങ്കരൻ നായർ. അപ്പോൾ 1897 അമരാവതി സെഷനിലെ പ്രസിഡന്റാണ് സി ശങ്കരൻ നായർ. പ്രത്യേകത എന്താണ്? INC പ്രസിഡന്റായ ഒരേ ഒരു മലയാളി അല്ലെങ്കിൽ ഒരു മലയാളി പ്രസിഡന്റായ ഒരേ ഒരു INC സെഷനാണ് അമരാവതി സെഷൻ 1897. നെക്സ്റ്റ് വൺ ഈസ് 1901 കൽക്കട്ട സെഷൻ. 1901 Calcutta session. The important was Gandhiji attended an INC session for the first time. Calcutta session was presided over by Dinsha Vacha. അടുത്തത് 1901 കൽക്കട്ട സെഷൻ. 1901 കൽക്കട്ട സെഷനാണ്. കൽക്കട്ട സെഷന്റെ പ്രത്യേകത ഗാന്ധിജി ആദ്യമായി ഒരു INC സെഷനിൽ പങ്കെടുക്കുന്നത് 1901 കൽക്കട്ട സെഷനാണ്. ഗാന്ധിജി ആദ്യമായിട്ട് ഒരു INC സെഷനിൽ പങ്കെടുക്കുന്നത് 1901 കൽക്കട്ട സെഷനാണ്. കൽക്കട്ട സെഷനിൽ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്ന വ്യക്തിയാണ് ദിൻഷ വാച്ച. അപ്പോ 1901 കൽക്കട്ട സെഷൻ. പ്രത്യേകത ഗാന്ധിജി ഒരു INC സമ്മേളനത്തിൽ ആദ്യമായി പങ്കെടുത്തു. ആരായിരുന്നു 1901 കൽക്കട്ട സെഷനില് പ്രസിഡന്റായിരുന്നത്? ദിൻഷ വാച്ചയാണ് 1901 കൽക്കട്ട സെഷന്റെ പ്രസിഡന്റ്. നെക്സ്റ്റ് വൺ ഈസ് 1905 ബനാറസ് സെഷൻ ഇൻ ഉത്തർപ്രദേശ്. 1905 Banaras session in Uttar Pradesh. The important was the word Swadeshi first coined by the Indian National Congress related to the partition of Bengal. The Banaras session was presided over by Gopalakrishna Gokhale. അടുത്തത് 1905 ബനാറസ് സെഷനാണ്. ഉത്തർപ്രദേശിലെ
ബനാറസിൽ വെച്ച് നടന്ന 1905 ബനാറസ് സെഷൻ. ബനാറസ് സെഷന്റെ പ്രത്യേകത INC ആദ്യമായി സ്വദേശി എന്ന വാക്ക് മുന്നോട്ട് വച്ചു. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് സ്വദേശി എന്ന വാക്ക് ആദ്യമായിട്ട് ഉന്നയിച്ച INC സെഷനാണ് 1905 ബനാറസ് സെഷൻ. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് സ്വദേശി പ്രസ്ഥാനം രൂപം കൊള്ളുന്നത്. 1905 ബനാറസ് സെഷന്റെ പ്രസിഡന്റായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു 1905 ബനാറസ് സെഷനിലെ പ്രസിഡന്റ്. അപ്പോൾ 1905 ബനാറസ് സെഷൻ ഉത്തർപ്രദേശ്. പ്രത്യേകത ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് സ്വദേശി എന്ന വാക്ക് INC മുന്നോട്ട് വച്ചു. ബനാറസ് സെഷനിലെ പ്രസിഡന്റായിരുന്ന വ്യക്തിയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. നെക്സ്റ്റ് വൺ ഈസ് 1906 Calcutta session. The important was the term Swaraj was firstly demanded by INC and it was presided over by Dadabhai Naoroji. അടുത്തത് 1906 കൽക്കട്ട സെഷൻ. 1906 കൽക്കട്ട സെഷൻ. കൽക്കട്ട സെഷന്റെ പ്രത്യേകത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി സ്വരാജ് എന്ന ആവശ്യം മുന്നോട്ട് വച്ച സെഷനാണ് 1906 കൽക്കട്ട സെഷൻ. അല്ലെങ്കിൽ സ്വരാജ് എന്ന കാര്യം INC ഉന്നയിച്ച സമ്മേളനമാണ് 1906 കൽക്കട്ട സെഷൻ. അപ്പൊ സ്വരാജുമായി ബന്ധപ്പെട്ട INCയുടെ സെഷനാണ് 1906 കൽക്കട്ട സെഷൻ. അതിന്റെ പ്രസിഡന്റായിരുന്ന വ്യക്തിയാണ് ദാദാബായ് നവറോജി. ദാദാബായ് നവറോജിയാണ് സ്വരാജുമായി ബന്ധപ്പെട്ട 1906 കൽക്കട്ട സെഷന്റെ പ്രസിഡന്റ്. അപ്പോൾ 1906 INCയുടെ കൽക്കട്ട സെഷൻ. പ്രത്യേകത INC ആദ്യമായി സ്വരാജ് എന്ന ആവശ്യം ഉന്നയിച്ചു. കൽക്കട്ട സെഷനിലെ പ്രസിഡന്റായിരുന്ന വ്യക്തിയാണ് ദാദാബായ് നവറോജി. നെക്സ്റ്റ് വൺ ഈസ് ആൻ ഇമ്പോർട്ടന്റ് വൺ. 1907 സൂററ്റ് സെഷൻ ഇൻ ഗുജറാത്ത്. It was famously known as the Surat Split. The important points were the Congress and Muslim League ended their mutual cooperation. The Congress split into moderates and extremists. Moderators were led by Gopalakrishna Gokhale and extremists were led by Bal Gangadhar Tilak. And this Surat split or the Surat session was presided over by Rash Behari Ghosh. Rash Behari Ghosh. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനാണ് 1907 സൂററ്റ് സെഷൻ. ഗുജറാത്തിലെ സൂററ്റ് സെഷൻ. സൂററ്റ് സ്പ്ലിറ്റ് എന്നറിയപ്പെടുന്നത് 1907 സൂററ്റ് സെഷനാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന പോയിന്റുകളാണ്. ഈ സെഷനോടനുബന്ധിച്ചിട്ടാണ് മുസ്ലിം ലീഗും കോൺഗ്രസും പരസ്പര ധാരണയിലുള്ള പ്രവർത്തനം അവസാനിപ്പിച്ചു. രണ്ടുപേരും രണ്ട് രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് പോയി. ഒരുമിച്ച് പോകുന്നത് നിർത്തി കോൺഗ്രസും മുസ്ലിം ലീഗും. അവരുടെ പരസ്പര സഹകരണം അവസാനിപ്പിച്ച സെഷനാണ് സൂററ്റ് സെഷൻ. പിന്നീട് കോൺഗ്രസ് മോഡറേറ്റേഴ്സ് അല്ലെങ്കിൽ മിതവാദികളെന്നും എക്സ്ട്രീമിസ്റ്റ് അല്ലെങ്കിൽ തീവ്രവാദികളെന്നും രണ്ടായിട്ട് പിരിഞ്ഞു. ഇതാണ് സൂററ്റ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. കോൺഗ്രസ് മോഡറേറ്റേഴ്സ് അഥവാ മിതവാദികളെന്നും എക്സ്ട്രീമിസ്റ്റ് അഥവാ തീവ്രവാദികളെന്നും രണ്ടായിട്ട് തിരിഞ്ഞു. ഇതിൽ മോഡറേറ്റേഴ്സ് അല്ലെങ്കിൽ മിതവാദികളുടെ നേതാവായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ. മോഡറേറ്റേഴ്സ് അല്ലെങ്കിൽ മിതവാദികളുടെ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെ. എക്സ്ട്രീമിസ്റ്റ് അല്ലെങ്കിൽ തീവ്രവാദികളുടെ നേതാവായിരുന്നു ബാലഗംഗാധര തിലകൻ. ബാലഗംഗാധര തിലകനായിരുന്നു എക്സ്ട്രീമിസ്റ്റ് അല്ലെങ്കിൽ തീവ്രവാദികളുടെ നേതാവ്. ഇനി 1907 സൂററ്റ് സമ്മേളനത്തില് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്നത് റാഷ് ബിഹാരി ഘോഷ് ആണ്. റാഷ് ബിഹാരി ഘോഷ്. അപ്പോ 1907 INCയുടെ സൂററ്റ് സെഷൻ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? സൂററ്റ് സ്പ്ലിറ്റ്. ഇനി സൂററ്റ് സെഷനുമായി നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്?
കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള പരസ്പര ധാരണയിലുള്ള പ്രവർത്തനം അവസാനിപ്പിച്ചു. കോൺഗ്രസ് മിതവാദികൾ അല്ലെങ്കിൽ മോഡറേറ്റേഴ്സ്, എക്സ്ട്രീമിസ്റ്റ് അല്ലെങ്കിൽ തീവ്രവാദികൾ എന്നിങ്ങനെ രണ്ടായിട്ട് പിരിഞ്ഞു. മോഡറേറ്റേഴ്സ് അല്ലെങ്കിൽ മിതവാദികൾക്ക് നേതൃത്വം കൊടുത്തത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. എക്സ്ട്രീമിസ്റ്റ് അല്ലെങ്കിൽ തീവ്രവാദികൾക്ക് നേതൃത്വം നൽകിയത് ബാലഗംഗാധര തിലകനാണ്. ഇനി 1907 സൂററ്റ് സ്പ്ലിറ്റിൽ INCയുടെ പ്രസിഡന്റായിരുന്നു റാഷ് ബെഹാരി ഘോഷ്. Next one is 1911 Calcutta session. The importance of Calcutta session was our national anthem Jana Gana Mana was firstly sung by Sarala Devi Chowdhury, that is Tagore's niece, along with some school students in the INC session, Calcutta session 1911. So, the 1911 Calcutta session was the first official program where the Jana Gana Mana was firstly sung. The president of 1911 Calcutta session was B.N. Dhar. ഇപ്പോൾ അടുത്തത് 1911 കൽക്കട്ട സെഷൻ. 1911 കൽക്കട്ട സെഷൻ. കൽക്കട്ട സെഷനുമായി ബന്ധപ്പെട്ട പ്രധാന പോയിന്റാണ് ജനഗണമന. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായിട്ട് ആലപിച്ച പൊതുപരിപാടിയാണ് 1911 കൽക്കട്ട സെഷൻ. അന്ന് ജനഗണമന ആദ്യമായി പാടിയത് ടാഗോറിന്റെ നീസ് അല്ലെങ്കിൽ അനന്തരവളായ സരളാദേവി ചൌധരിയും സ്കൂൾ കുട്ടികളും ചേർന്നിട്ടാണ്. സരളാദേവി ചൌധരിയാണ് ആദ്യമായിട്ട് ആ ഗാനം ആലപിച്ചതായി പറയുന്നത്. സരളാദേവി ചൌധരിയും സ്കൂൾ കുട്ടികളും ചേർന്നാണ് 1911 കൽക്കട്ട സെഷനിൽ ആദ്യമായിട്ട് ജനഗണമന ആലപിക്കുന്നത്. അപ്പോൾ ആദ്യമായി ജനഗണമന ആലപിച്ച INC സെഷനാണ് 1911 കൽക്കട്ട സെഷൻ. ജനഗണമന ആദ്യമായി ചൊല്ലിയ കൽക്കട്ട സെഷൻ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത് B.N. ധർ ആണ്. B.N. ധർ. അപ്പോ 1911 INCയുടെ കൽക്കട്ട സെഷൻ പ്രത്യേകത ആദ്യമായിട്ട് ജനഗണമന ആലപിച്ച INC സെഷൻ അല്ലെങ്കിൽ പൊതുപരിപാടി. ആദ്യമായിട്ട് ആലപിച്ചത് സരളാദേവി ചൌധരി. ഇനി 1911 കൽക്കട്ട സെഷനില് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത് B.N. ധർ ആണ്. B.N. ധർ. നെക്സ്റ്റ് വൺ ഈസ് 1912 ബങ്കിപ്പൂർ സെഷൻ ഇൻ ബീഹാർ. The important was Jawaharlal Nehru attended an INC session for the first time, and it was presided over by R.N. Matholkar. അടുത്തത് 1912 ബങ്കിപ്പൂർ സെഷനാണ്. ബീഹാറിലെ ബങ്കിപ്പൂർ സെഷൻ. ബങ്കിപ്പൂർ സെഷന്റെ പ്രത്യേകത ജവഹർലാൽ നെഹ്റു ആദ്യമായിട്ട് ഒരു INC സെഷനിൽ പങ്കെടുത്തു 1912. ഗാന്ധിജി ആദ്യമായി പങ്കെടുത്തത് 1901 കൽക്കട്ട സെഷനാണ്. ജവഹർലാൽ നെഹ്റു ആദ്യമായി പങ്കെടുത്ത INC സെഷനാണ് 1912 ബങ്കിപ്പൂർ സെഷൻ. ബങ്കിപ്പൂർ സെഷനിലെ INCയുടെ പ്രസിഡന്റ് ആയിരുന്നു R.N. Matholkar. അപ്പോൾ 1912 ബങ്കിപ്പൂർ സെഷൻ. പ്രത്യേകത ജവഹർലാൽ നെഹ്റു ആദ്യമായിട്ട് INCയുടെ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തു. 1912 ബങ്കിപ്പൂർ സെഷനിലെ പ്രസിഡന്റ് ആയിരുന്നു R.N. Matholkar. Next one is an important one, 1916 Lucknow session in Uttar Pradesh. The important points were Muslim League and Indian National Congress joined hands again. The extremists and moderates of the INC united, and Gandhiji and Nehru for the first time met.
The president of Lucknow session was A.C. Majumdar. A.C. Majumdar. അടുത്തത് വളരെ പ്രധാനപ്പെട്ട INC സെഷനാണ്. 1916 ലക്നൌ സെഷൻ, ഉത്തർപ്രദേശിലെ ലക്നൌവിൽ വെച്ച് നടന്ന 1916 ലക്നൌ സെഷൻ. ലക്നൌ സെഷനുമായി ബന്ധപ്പെട്ട പ്രധാന പോയിന്റുകളാണ്: INCയും മുസ്ലിം ലീഗും ഒരിക്കൽ കൂടി ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. 1907 വഴിപിരിഞ്ഞ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. പിന്നീട് രണ്ടാമത്തെ പോയിന്റ്, 1907 തന്നെ പിരിഞ്ഞ മിതവാദികളും തീവ്രവാദികളും, മോഡറേറ്റേഴ്സും എക്സ്ട്രീമിസ്റ്റും അവർ ഒരുമിച്ചു. കോൺഗ്രസ് വീണ്ടും ഒന്നായി 1916 ലക്നൌ സെഷനില്. പിന്നീട് ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയതും 1916 ലക്നൌ സെഷനിലാണ്. ലക്നൌ സെഷനില് പ്രസിഡന്റായിരുന്നത് A.C. മജുംദാർ ആയിരുന്നു. A.C. മജുംദാർ. അപ്പൊ 1916 ലക്നൌ സെഷന്റെ പ്രത്യേകതകള് 3 കൂടിച്ചേരലുകളാണ്. ആദ്യത്തേത് മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും. രണ്ടാമത്തത് കോൺഗ്രസിലെ തന്നെ മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും. മൂന്നാമത്തത് ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടി. ഇനി ഇതെല്ലാം നടന്ന 1916 ലക്നൌ സെഷന്റെ പ്രസിഡന്റ് ആയിരുന്നു ആര്? A.C. മജുംദാർ. A.C. മജുംദാർ. അതാണ് 1916 ലക്നൌ സെഷന്റെ പ്രാധാന്യം. മുസ്ലിം ലീഗും കോൺഗ്രസും ഒരുമിച്ച് ചേർന്നു, എക്സ്ട്രീമിസ്റ്റും മോഡറേറ്റ്സും ഒരുമിച്ച് വന്നു, ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കണ്ടു. ലക്നൌ സെഷന്റെ പ്രസിഡന്റായിരുന്നു A.C. മജുംദാർ. നെക്സ്റ്റ് വൺ ഈസ് 1917 കൽക്കട്ട സെഷൻ. The important points were, it was presided over by Annie Besant, who was the first woman president and the first foreign woman president of INC. അടുത്തത് 1917 കൽക്കട്ട സെഷൻ. 1917 കൽക്കട്ട സെഷൻ. കൽക്കട്ട സെഷന്റെ പ്രത്യേകത, അതിന്റെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത് ആനി ബെസന്റ് ആയിരുന്നു. ആനി ബെസന്റ് ആയിരുന്നു 1917 കൽക്കട്ട സെഷന്റെ പ്രസിഡന്റ്. ആനി ബെസന്റ് ആണ് INCയുടെ പ്രസിഡന്റ് പദവിയിലെത്തിയ ആദ്യത്തെ വനിതയും ആദ്യത്തെ വിദേശ വനിതയും. ഫസ്റ്റ് വുമൺ പ്രസിഡന്റും ഫസ്റ്റ് ഫോറിൻ വുമൺ പ്രസിഡന്റും INCയുടെ ആരാണ്? ആനി ബെസന്റ് ആണ്. ആനി ബെസന്റ് INCയുടെ പ്രസിഡന്റ് ആയത് 1917 കൽക്കട്ട സെഷൻ. 1917 കൽക്കട്ട സെഷനിലാണ് ആനി ബെസന്റ് INCയുടെ പ്രസിഡന്റ് ആയത്. പ്രത്യേകതകള്: INCയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റും INCയുടെ ആദ്യത്തെ വിദേശ വനിതാ പ്രസിഡന്റും, ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ആൻഡ് ഫസ്റ്റ് ഫോറിൻ വുമൺ പ്രസിഡന്റ്. നെക്സ്റ്റ് വൺ ഈസ് 1918 ഡൽഹി സെഷൻ. The important was, it was the first session of INC at Delhi. The first session of INC at Delhi, and it was presided over by Madan Mohan Malaviya. Madan Mohan Malaviya. അടുത്തത് 1918 ഡൽഹി സെഷൻ. 1918 ഡൽഹി സെഷൻ. പ്രത്യേകത, INCയുടെ ഒരു സമ്മേളനം ആദ്യമായി ഡൽഹിയിൽ വെച്ച് നടക്കുന്നത് 1918 INCയുടെ ഡൽഹിയിൽ വെച്ച് നടന്ന ആദ്യത്തെ സമ്മേളനം 1918. ഇനി 1918 ഡൽഹി സെഷന് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത് മദൻ മോഹൻ മാളവ്യ. മദൻ മോഹൻ മാളവ്യ. 1918 ഡൽഹി സെഷൻ. പ്രത്യേകത, ഡൽഹിയിൽ വെച്ച് INCയുടെ ആദ്യത്തെ സെഷൻ. പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത് മദൻ മോഹൻ മാളവ്യ. നെക്സ്റ്റ് വൺ ഈസ് 1919 അമൃത്സർ സെഷൻ ഇൻ പഞ്ചാബ്. The important point was, the INC passed a resolution against
Jallianwala Bagh Massacre, and it was presided over by Motilal Nehru. അടുത്തത് 1919 അമൃത്സർ സെഷനാണ്. പഞ്ചാബിലെ അമൃത്സറിൽ വെച്ച് നടന്ന 1919 അമൃത്സർ സെഷൻ. പ്രത്യേകത, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്കെതിരായ പ്രമേയം പാസാക്കിയ INC സെഷനാണ് 1919 അമൃത്സർ സെഷൻ. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്കെതിരായിട്ടുള്ള പ്രമേയം പാസാക്കിയ INC സെഷനാണ് 1919 അമൃത്സർ സെഷൻ. 1919 തന്നെയാണ് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയും നടക്കുന്നത്. അതുകൊണ്ട് ആ വർഷത്തെ സെഷനിൽ തന്നെയാണത് പാസാക്കിയത്. സ്ഥലം അമൃത്സർ. ഇനി അമൃത്സർ സെഷനില് INCയുടെ പ്രസിഡന്റ് ആയിരുന്നു മോട്ടിലാൽ നെഹ്റു. മോട്ടിലാൽ നെഹ്റു ആയിരുന്നു INCയുടെ അമൃത്സർ സെഷനിലെ പ്രസിഡന്റ്. അപ്പോൾ 1919 INCയുടെ അമൃത്സർ സെഷൻ. പ്രത്യേകത, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്കെതിരായ പ്രമേയം പാസാക്കി. പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത് മോട്ടിലാൽ നെഹ്റു. നെക്സ്റ്റ് വൺ ഈസ് 1920 Calcutta Special Session. The important points were the Gandhian program adopted by the INC and the Gandhi moved the non-cooperation movement resolution. It was presided over by Lala Lajpat Rai. അടുത്തത് 1920 കൽക്കട്ടയിൽ വെച്ച് നടന്ന പ്രത്യേക സെഷനാണ്, സ്പെഷ്യൽ റെസല്യൂഷൻ. 1920 കൽക്കട്ടയിൽ വെച്ച് നടന്ന സ്പെഷ്യൽ റെസല്യൂഷൻ. 1920 INCക്ക് 2 സെഷൻസ് ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് പ്രത്യേകമായിട്ട് നടത്തിയ സ്പെഷ്യൽ റെസല്യൂഷനാണ് കൽക്കട്ടയിലേത്. ഇനി അതുമായി ബന്ധപ്പെട്ട പ്രധാന പോയിന്റുകളാണ്. ആദ്യത്തേത്, INC ഗാന്ധിയൻ പ്രോഗ്രാം കടമെടുത്തു. INCയുടെ പ്രവർത്തന ശൈലിയിൽ ഗാന്ധിയൻ രീതി, ഗാന്ധിയൻ പ്രോഗ്രാം ഉൾപ്പെടുത്തി. രണ്ടാമത്തത്, ഗാന്ധി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് റെസല്യൂഷൻ പാസാക്കി. അത് INCയിൽ മൂവ് ചെയ്തു. നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രമേയം ഗാന്ധിജി അവതരിപ്പിച്ചത് 1920 കൽക്കട്ട സ്പെഷ്യൽ സെഷനിലാണ്. നിസ്സഹകരണ പ്രസ്ഥാനം നടക്കുന്നതും 1920 അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി പ്രമേയം അവതരിപ്പിച്ചത് 1920 കൽക്കട്ട സ്പെഷ്യൽ സെഷൻ. അതിനെ തുടർന്ന് INC ഗാന്ധിയൻ പ്രോഗ്രാം അഡോപ്റ്റ് ചെയ്തു. ഇനി 1920 കൽക്കട്ട സ്പെഷ്യൽ സെഷന്റെ പ്രസിഡന്റ് ആയിരുന്നു ആര്? ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായ് ആണ് 1920 കൽക്കട്ട സ്പെഷ്യൽ റെസല്യൂഷന്റെ പ്രസിഡന്റ്. അപ്പോ 1920 കൽക്കട്ട സ്പെഷ്യൽ റെസല്യൂഷൻ INC. പ്രത്യേകതകള്, ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിച്ചു. INC ഗാന്ധിയൻ പ്രോഗ്രാം അഡോപ്റ്റ് ചെയ്തു. ഇനി 1920 കൽക്കട്ട സ്പെഷ്യൽ റെസല്യൂഷനിൽ പ്രസിഡന്റായിരുന്ന വ്യക്തിയാണ് ലാലാ ലജ്പത് റായ്. നെക്സ്റ്റ് വൺ ഈസ് 1921 അഹമ്മദാബാദ് സെഷൻ ഇൻ ഗുജറാത്ത്. The importance of this session was, in this session, Hakim Ajmal Khan became the first acting president of INC. The actual president elected for the Ahmedabad session was C.R. Das, but he was arrested, and later Hakim Ajmal Khan elected as the acting president of INC. So he became the first acting president, Hakim Ajmal Khan. So 1921 Ahmedabad session in Gujarat was presided over by C.R. Das, but he was arrested and Hakim Ajmal Khan became the first acting president. അടുത്തത് 1921 അഹമ്മദാബാദ് സെഷൻ. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വെച്ച് നടന്ന 1921 അഹമ്മദാബാദ് സെഷൻ. ഈ സെഷന്റെ പ്രത്യേകത, അഹമ്മദാബാദ് സെഷന്റെ പ്രസിഡന്റായിരുന്ന C.R. ദാസ് അറസ്റ്റ് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് ഹക്കീം അജ്മൽ ഖാൻ INCയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റായി. 1921 അഹമ്മദാബാദ് സെഷനില് യഥാർത്ഥത്തിൽ പ്രസിഡന്റായിരുന്നത് C.R. ദാസ് ആണ്.
അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഹക്കീം അജ്മൽ ഖാൻ INCയുടെ ആക്ടിംഗ് പ്രസിഡന്റായി. INCയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ഹക്കീം അജ്മൽ ഖാൻ. 1921 അഹമ്മദാബാദ് സെഷനില് പ്രസിഡന്റായിരുന്നത് CR ദാസാണ്. അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് ഹക്കീം അജ്മൽ ഖാൻ ആക്ടിംഗ് പ്രസിഡന്റായി. INCയുടെ ഫസ്റ്റ് ആക്ടിംഗ് പ്രസിഡന്റ്. അപ്പോൾ 1921 അഹമ്മദാബാദ് സെഷൻ, ഗുജറാത്ത്. പ്രത്യേകത, ആദ്യത്തെ INCയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഹക്കീം അജ്മൽ ഖാൻ. So friends, we will continue the remaining part of the important INC session in our next class. ഇതിന്റെ രണ്ടാം ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ തുടർച്ചയായിട്ട് ചർച്ച ചെയ്യും. നന്ദി.